എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ ഉള്ളത് തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിലാണ്. ഇവിടുത്തെ രണ്ട് കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാനാണ്. ഒന്ന്, വളരെ ശോചനീയാവസ്ഥ എന്ന് പറഞ്ഞാൽ ഇത്തരം ഒരു അവസ്ഥ എവിടെയും ഉണ്ടാകരുത് എന്നുള്ളതാണ്. താലൂക്ക് ആശുപത്രി ആയതുകൊണ്ടാവും സാധാരണക്കാരും പാവപ്പെട്ടവരും വരുന്ന ഒരു ഹോസ്പിറ്റലിനോട് നമ്മുടെ തിരൂരങ്ങാടി നഗരസഭയും ബന്ധപ്പെട്ടവരൊക്കെ കാണിക്കുന്ന നിസ്സംഗതയാണ്, അനാസ്ഥയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഒരു വീൽ ചെയർ നിങ്ങളൊന്ന് പോയി നോക്കിയാൽ മനസ്സിലാവും. വീൽ ചെയറിന് ഒരു സൈഡിൽ കാല് വെക്കാനുള്ള സൗകര്യം ഇല്ല എന്നുള്ളതാണ്. അത് പൊട്ടിപ്പോയിട്ടുണ്ട്. അപ്പോൾ അവർ കാലിന് എല്ല് പൊട്ടി വന്ന ഒരാൾ, അല്ലെങ്കിൽ മറ്റു അപകടങ്ങൾ വന്ന ആള് ഈ കാല് എവിടെയാണ് വെക്കല് എന്നുള്ളതാണ് മനസ്സിലാകാത്തത്. അതായത് തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിലെ ഒരു വീൽ ചെയറിന് കാല് വെക്കാനുള്ള ഒരു സൗകര്യം അത് ഒടിഞ്ഞു പോയിട്ട് അത് മാറ്റി വെക്കാനോ അല്ലെങ്കിൽ പുതിയതൊന്ന് വെക്കാനോ നമ്മളെ ബന്ധപ്പെട്ടവർക്ക് കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ എത്രമാത്രം അനാസ്ഥയാണ് ഇവരൊക്കെ കാണിക്കുന്നത് എന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു കാര്യം, നമ്മുടെ ഹൈമാസ്റ്റ് ലൈറ്റ്, ഈ താലൂക്ക് ഹോസ്പിറ്റലിന്റെ കവാടത്തിന്റെ മുൻവശം വെച്ച് ഈ ഹൈമാസ്റ്റ് ലൈറ്റ് ഞാനിവിടെ അന്വേഷിച്ചപ്പോൾ അതായത് അറിയാൻ കഴിഞ്ഞത് ഒരാഴ്ച കൊണ്ട്, ഒരു മാസത്തായിട്ടുള്ളൂ തോന്നുന്നു, ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് വെച്ചതാണെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഒരാഴ്ച കൊണ്ട് ഇത് പൊട്ടിപ്പോയി എന്നുള്ളതാണ്. ഏകദേശം 1-2 മാസം ആയിട്ടുണ്ടാവുള്ളൂ. ഒരാഴ്ച മാത്രമേ ഇത് വർക്ക് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇതുവരെ പിന്നെ അതിന് ശേഷം ഇവിടെ ഇത് കത്തിയിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ ഞാൻ അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ എന്താണ് ഇവരിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഇവരുള്ള ഭരണാധികാരികൾക്ക് ഇതിന്റെ ഉത്തരവാദിത്തമുണ്ട്. ഒരു വീൽ ചെയർ, ഒരു കാല് വെക്കാനുള്ള സൗകര്യം പോലും ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ വളരെ നാണക്കേടും നമ്മുടെ ജനങ്ങളോട് ചെയ്യുന്ന ക്രൂരമായ ഒരു നടപടിയും കൂടിയാണ്. അപ്പോൾ അതിൽ ഒരു മാറ്റം വരണം. അടിയന്തരമായിട്ട് ആ വീൽ ചെയർ പുതിയത് സ്ഥാപിക്കാനോ പുതിയത് വെക്കാനോ അതല്ലെങ്കിൽ ആ ഉള്ള വീൽ ചെയർ നന്നാക്കാനുള്ള നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് പറയാനുള്ളത്. അതോടൊപ്പം ഈ ഹൈമാസ്റ്റ് ലൈറ്റ് ഇത് ഫണ്ട് മുടക്കിക്കാണ്ട് ചെയ്ത പരിപാടിയാണ്. ഒരാഴ്ച ലൈറ്റ് കത്തിക്കാനല്ല ഇത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതുവരെയായിട്ട് അതിന് ശേഷം വർക്ക് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞാൽ. അതും റെഡിയാക്കാനുള്ള നടപടികൾ ബന്ധപ്പെട്ടവർ സ്വീകരിക്കണം എന്നുള്ളതാണ് പറയാനുള്ളത്.